ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മലയാളം സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാർക്ക് കഥകളൊക്കെ ഇഷ്ടമാകുന്നുണ്ട് അല്ലേ? ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്ന കഥ കാക്കയും മൂങ്ങയും. കൂട്ടുകാരെല്ലാം കാക്കയെ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് കാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കറുത്ത പക്ഷിയാണ് കാക്ക. മൂങ്ങയെ കണ്ടിട്ടുണ്ടോ? ചിലർ കണ്ടിട്ടുണ്ടാകും, കൂടുതൽ ആളുകളും കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാണാത്തത്? മൂങ്ങ രാത്രി മാത്രം കണ്ണ് കാണുന്ന ഒരു പക്ഷിയാണ്. സുന്ദരിയാണ് കാഴ്ചയിലൊക്കെ കേട്ടോ. പക്ഷെ മൂങ്ങയ്ക്കുള്ള കുഴപ്പം എന്താ? പകൽ സമയത്ത് കണ്ണ് കാണില്ല. അതാണ് മൂങ്ങയുടെ കുഴപ്പം. മൂങ്ങ എന്ത് ചെയ്യും? പകൽ സമയത്ത് ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലിരുന്ന് ഹൂ 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 എന്നിങ്ങനെ മൂളിക്കൊണ്ടേയിരിക്കും. പകൽ മുഴുവൻ കിടന്നുറങ്ങും. രാത്രിയിൽ നമ്മൾ സാധാരണ മനുഷ്യർ പകലിറങ്ങുന്നതിന് പകരം രാത്രിയിൽ പുറത്തിറങ്ങും. എന്തെങ്കിലും പക്ഷികളെയോ പാമ്പ്, പേച്ചായി, എലി പോലെയുള്ള ജീവികളെയൊക്കെ ആഹരിച്ചുകൊണ്ടാണ് മൂങ്ങ ജീവിക്കുന്നത്. കാഴ്ചയിൽ വലിയ സൗന്ദര്യമുണ്ട്. അങ്ങനെ ഒരു കാലത്ത് കാട്ടിലെ പക്ഷികളെല്ലാം കൂടി യോഗം ചേർന്ന് തങ്ങൾക്കൊരു രാജാവിനെ തിരഞ്ഞെടുക്കണം തീരുമാനിച്ചു. അതിനു വേണ്ടി എല്ലാ പക്ഷികളും ഒരുമിച്ച് കൂടി മയില്, കഴുകന്, പരുന്ത്, പ്രാവ്, തത്തമ്മ എന്ന് തുടങ്ങി എല്ലാ പക്ഷികളും ഒരുമിച്ച് കൂടി ഒരു രാജാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ചർച്ചയായി. ഓരോ പക്ഷികളും മയിൽ പറഞ്ഞു, ഞാനാണ് പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും അഴകുള്ളത്. കണ്ടില്ലേ എൻ്റെ പഞ്ചവർണ്ണ കളറ്, മയിൽ പീലി, ഇത്രയൊക്കെ സൗന്ദര്യമുള്ള ഞാനുള്ളപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തിനാ ഒരു രാജാവ് എന്ന് പറഞ്ഞു മയിൽ. അപ്പോൾ തത്തമ്മ പറഞ്ഞു, മയിൽ പറഞ്ഞല്ല ശരി, എനിക്കാണ് കൂടുതൽ അഴകുള്ളത്. എനിക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാൻ വരെ അറിയാം. അപ്പം പിന്നെ എന്നെയല്ലേ രാജാവാക്കേണ്ടത്? അങ്ങനെ ഇവർ തമ്മിൽ വലിയ തർക്കമായി. ഓരോ പക്ഷികളും അവരവരുടെ മേന്മകൾ വിശദീകരിക്കാൻ തുടങ്ങി. വിശദീകരിച്ച് അവസാനം ഇവരെല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തി. എന്താ തീരുമാനം? മൂങ്ങയെ നമ്മുടെ രാജാവാക്കാം. നല്ല അഴകും സൗന്ദര്യവും ഒക്കെയുള്ള ആളാണ് മൂങ്ങ. അതുകൊണ്ട് മൂങ്ങയെ നമ്മുടെ രാജാവാക്കി പക്ഷികൾ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാജാവായി അഭിഷേകം ചെയ്യാനുള്ള ചടങ്ങുകൾ പിറ്റേ ദിവസം നടത്താമെന്ന് തീരുമാനിച്ചുകൊണ്ട് മൂങ്ങയെ ഔപചാരികമായി തങ്ങളുടെ രാജാവാക്കാനുള്ള തീരുമാനം അംഗീകരിച്ചുകൊണ്ട് അന്നേ ദിവസം പക്ഷികളെല്ലാം പിരിഞ്ഞു പോയി. പിറ്റേന്ന് മൂങ്ങ വലിയ സന്തോഷത്തിലായിരുന്നു വന്ന്. കാരണം താൻ രാജാവാകാൻ പോവുകയാണ്, പക്ഷികളുടെ രാജാവ്. അതിനുവേണ്ടി തനിക്കും ഭാര്യയ്ക്കും മക്കൾക്കെല്ലാം നല്ല വസ്ത്രമെല്ലാം വാങ്ങി നല്ല റെഡിയാക്കി രാജാവാകാനുള്ള ഒരുക്കപ്പാടുകളെല്ലാം പൂർത്തിയാക്കി. പിറ്റേന്ന് നിശ്ചിത മുഹൂർത്തത്തിൽ രാജാവായി അഭിഷേകം നടക്കാനുള്ള ചടങ്ങുകൾ നടക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കെ ബാക്കിയുള്ള പക്ഷികളെല്ലാവരും ഒരുമിച്ച് രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. എത്തിയ സമയത്ത് എല്ലാ ചടങ്ങുകൾ ആരംഭിച്ചു. ആ സമയത്ത് എവിടെ നിന്നോ ഒരു കാക്ക അവിടെ വന്നെത്തി. കാക്ക പക്ഷികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് മണ്ടന്മാരാണ്, നിങ്ങൾക്ക് ഈ കൂമനെ മാത്രമേ രാജാവാക്കാൻ കിട്ടിയിട്ടുള്ളോ?
ഒരു രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജകളുടെ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ കേൾക്കാനുള്ള ആളല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയോ പ്രശ്നമോ പറയാനുണ്ടെങ്കിൽ ഇയാളുടെ അടുത്തേക്ക് നിങ്ങൾ എങ്ങനെയാണ് പോവുക? നിങ്ങൾക്ക് പകലല്ലേ കണ്ണ് കാണൂ. ഈ പകൽ കണ്ണ് കാണുന്ന നിങ്ങൾ ഈ രാജാവിനോട് പരാതി പറയാൻ ചെയ്യുമ്പോൾ രാജാവ് ഉറങ്ങുകയായിരിക്കില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രാജാവിനെ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? രാജാവിന് കണ്ണ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ണ് കാണൂല, നിങ്ങൾക്ക് കണ്ണ് കാണുന്ന സമയത്ത് രാജാവിന് കണ്ണ് കാണൂല. ഇങ്ങനത്തെ രാജാവിനെ കൊണ്ട് എന്തുപകാരം? പക്ഷികൾക്ക് സർവാത്മന ദൈവം നിശ്ചയിച്ച രാജാവുണ്ട്, ഗരുഡൻ. നമുക്കൊക്കെ ഗരുഡൻ മതി, എന്തിനാണ് ഇവനെ നിങ്ങൾ ചുമക്കാൻ പോകുന്നതെന്ന് കൂമൻ, അതായത് മൂങ്ങയെ ആക്ഷേപിച്ചുകൊണ്ട് കാക്ക പ്രസംഗിച്ചു. അത് കേട്ടപ്പോൾ പക്ഷികളിൽ ആകെ ചർച്ചയായി. ശരിയല്ലേ, കാക്ക ബുദ്ധിമാനാണ്, കാക്ക പറഞ്ഞത് ശരിയാണ്. നമുക്ക് കണ്ണ് കാണുമ്പോൾ മൂങ്ങയ്ക്ക് കണ്ണ് കാണൂല, പിന്നെ നമുക്കിങ്ങനെ ഒരു രാജാവുള്ളത് കൊണ്ട് എന്താ പ്രയോജനം എന്നായി പക്ഷികളുടെ ഇടയിലുള്ള ചർച്ച. അപ്പം കുറച്ച് ചർച്ച ചെയ്ത് പക്ഷികൾ ഒടുവിൽ പറഞ്ഞു, കാക്ക പറഞ്ഞതിലും കാര്യമുണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും കൂടി ആലോചിച്ചിട്ട് മതി കൂമനെ രാജാവാക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷികളെല്ലാം പിന്തിരിഞ്ഞ് പോയി. ഇതിൽ കേട്ടപ്പോൾ ഏറ്റവും ദുഃഖവും സങ്കടവും തോന്നിയത് കൂമനായിരുന്നു, മൂങ്ങയ്ക്കായിരുന്നു. മൂങ്ങ വളരെ ദേഷ്യത്തോടെയും ക്രോധത്തോടെയും കാക്കയോട് പറഞ്ഞു, അല്ലയോ ദുഷ്ടാത്മാവേ, നീ എന്നെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഞാൻ നിന്നെയും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള എനിക്കൊരു സൗഭാഗ്യം വരുന്ന സമയത്ത് ഈ ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പും പ്രശ്നവും ഉണ്ടാക്കി നീ എനിക്ക് രാജാധികാരം കിട്ടുന്നത് തടയുകയല്ലേ ചെയ്തത്? എന്തിനു വേണ്ടിയാണ് ഈ ദുഷ്ടത്തിന് നീ എന്നോട് ചെയ്തത്? ഇതെനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ വർഗവും നിൻ്റെ വർഗവും ആ ജന്മ ശത്രുക്കളായിരിക്കും. നിന്നെ എവിടെ കണ്ടു കഴിഞ്ഞാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ നിന്നെയും നിൻ്റെ കുടുംബത്തെയും കൊന്നൊടുക്കും. നിനക്ക് തിരിച്ച് പ്രതികാരം ചെയ്യാം. ഇവിടെ നമ്മുടെ ശത്രുത തുടങ്ങുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കാക്കയും എങ്ങോട്ടോ പറന്നുപോയി. ഇന്നും ആ ശത്രുത തുടരുകയാണ്. എങ്ങനെ ശത്രുത? കൂമനെ എവിടെ കണ്ടു കഴിഞ്ഞാലും കാക്കകൾ ആക്രമിക്കും, കാക്കകൾ തിരിച്ചും ആക്രമിക്കും. അങ്ങനെ ആ ശത്രുത പരമ്പരയായി നിലനിൽക്കുന്നു. അതാണ് കാക്കയുടെയും മൂങ്ങയുടെയും കഥ. കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടോ? ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്താണ്? മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ശത്രുത പിടിച്ചു വാങ്ങാൻ നമുക്ക് ശ്രമിക്കാൻ പാടില്ല. ഈ കാക്ക തന്നെ കൂമന് കിട്ടുന്ന സൗഭാഗ്യം തടസ്സപ്പെടുത്തി എന്നതല്ലാതെ ഈ കാക്കയ്ക്ക് രാജാവാകാൻ പറ്റിയോ? അതും ഇല്ല. എന്തിനു വേണ്ടിയാണ് കാക്ക, അനാവശ്യ ബുദ്ധിയുള്ള സാമർഥ്യമുള്ള കാക്ക അനാവശ്യ സന്ദർഭത്തിൽ പക്ഷികൾക്ക് വേണ്ടി മൂങ്ങയുടെ അടുക്കൽ ന്യായം പറയാനും ചർച്ച ചെയ്യാനും നിന്നതുകൊണ്ട് കാക്ക മൂങ്ങവർഗത്തിൻ്റെ ആ ജന്മശത്രുവായി മാറുന്ന കഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.